ഈ ഒരു നീഡിൽ എന്ന് പറയുന്നത് അയൺ നീഡിലാണ്. ഈ രണ്ട് നീഡിൽസ് എന്ന് പറയുന്നത് ട്യൂലിപ്പിൻ്റെ നീഡിൽസ് ആണ്. അപ്പം നമ്മൾ ട്യൂലിപ്സിൻ്റെ നീഡിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നീഡിലിന് സൈസ് വരുന്നുണ്ട്, നീഡിൽ നമ്പർ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ അയൺ നീഡിലിന് നീഡിൽ നമ്പർ വരുന്നില്ല. അപ്പോൾ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു അയൺ നീഡിലും അതുപോലെ തന്നെ വുഡൻ നീഡിലും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അയൺ നീഡിലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ത്രെഡ് ചുറ്റിയെടുത്തിരിക്കുന്നതാണ്, ചെയ്യുമ്പോൾ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയൺ നീഡിലും അതുപോലെ തന്നെ വുഡൻ നീഡിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് നീഡിലിനും നീഡിൽ നമ്പേഴ്സ് ഇല്ല. അതുപോലെ തന്നെ ട്യൂലിപ്പിൻ്റെ നീഡിൽ എടുക്കുകയാണെങ്കിൽ ട്യൂലിപ്പിൻ്റെ നീഡിലിന് നീഡിൽ നമ്പർ ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു ട്യൂലിപ്പിൻ്റെ നീഡിൽ വെച്ചിട്ട് സെറി ത്രെഡ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു നീഡിൽ നമ്പർ വരുന്നത് 13-ൻ്റെയോ 14-ൻ്റെയോ നീഡിൽ വേണം സെറി ത്രെഡിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കാനായിട്ട്. ഞാൻ സെറി ത്രെഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്യൂലിപ്പ് നീഡിലിൻ്റെ നീഡിൽ നമ്പർ 14 ആണ് സെറി ത്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 13-ഓ 14-ഓ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ട്യൂലിപ്പ് നീഡിൽ വെച്ചിട്ടാണ് ബീഡ്സ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ചില ആൾക്കാർക്ക് ഈ ഒരു ട്യൂലിപ്പ് നീഡിൽ വെച്ച് ചെയ്താൽ മാത്രമേ ബീഡ്സ് വർക്ക് ചെയ്യാനും എളുപ്പമുണ്ടാവൂ. അപ്പോൾ നിങ്ങൾ ട്യൂലിപ്പിൻ്റെ നീഡിൽ വെച്ചിട്ടാണ് ബീഡ്സ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നീഡിൽ നമ്പർ എടുക്കേണ്ടത് 23-ഓ 24-ഓ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 24 ആണ്. ട്യൂലിപ്പിൻ്റെ നീഡിൽ 24-ഓ 23-ഓ യൂസ് ചെയ്തിട്ട് നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാവുന്നതാണ്.